ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കായി സർക്കാർ നിർമ്മിക്കുന്ന ടൌൺഷിപ്പിന്റെ ഉദ്ഘാടനം മാർച്ച് 1 മാറ്റി. ടൌൺഷിപ്പിലെ അടിസ്ഥാന സൌകര്യ നിർമ്മാണം പൂർത്തിയാകാത്ത സാഹചര്യത്തിലാണ് തീയതി മാറ്റിയത്. അതേസമയം കൈമാറ്റം നടന്നാലും വീടുകളിൽ ഉടനെ താമസിക്കാൻ കഴിയുമോ എന്നതിൽ ആശങ്ക നിലനിൽക്കുകയാണ്. സർക്കാർ പിരിച്ചത് 763 കോടിയാണ്. 168 കോടിയാണ് ടൌൺഷിപ്പിന് ചെലവഴിച്ചത്. ബാക്കി 606 കോടി എന്തു ചെയ്തുവെന്ന് അറിയില്ല. ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്കുള്ള ടൌൺഷിപ്പിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് ഇന്ന് 1 മാസമായി. ദുരന്തബാധിതർക്ക് കൈമാറിയ 178 വീടുകൾ പോലും താമസയോഗ്യമായിട്ടില്ല ഇതുവരെ. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് തിടുക്കപ്പെട്ട് ഉദ്ഘാടനം നടത്തിയെങ്കിലും ദുരിതബാധിതർ ഇപ്പോഴും വാടക വീടുകളിൽ കഴിയുകയാണ്. എപ്പോഴാണ് ഈ വീടുകൾ താമസയോഗ്യമാവുക എന്ന് ആർക്കും അറിയില്ല. 1.5 വർഷമായിട്ട് വാടക വീട്ടിലാണ് താമസിക്കുന്നത്. ടൗൺഷിപ്പിൽ ദിവസം വന്ന് നോക്കി പോവാറുണ്ട്. ഒരുപാട് വർക്കുകൾ ഇനിയും നടക്കാനുണ്ട്. ഇനി CPM എന്തു ചെയ്തു? CPMഉം അവരുടെ ബഹുജന സംഘടനകളും പിരിച്ചതിന്റെയും കൈമാറിയതിന്റെയും ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല. പണം പിരിച്ചു എന്നല്ലാതെ വയനാട് ദുരന്ത ബാധിതർക്ക് വേണ്ടി എന്തു ചെയ്തു എന്ന ചോദ്യത്തിന് CPMന് ഉത്തരമില്ല. ധനരാജ് രക്തസാക്ഷി ഫണ്ട് വിവരങ്ങൾ പാർട്ടിക്കാർ അറിഞ്ഞാൽ മതിയെന്ന് പറയുന്നവർ തന്നെയാണ് മറ്റുള്ളവരെ ചോദ്യം ചെയ്യാനായി മുന്നിൽ നിൽക്കുന്നത്. എന്നാൽ നിങ്ങൾ എന്തു ചെയ്തു എന്ന ചോദ്യത്തിന് ഇവർക്ക് വ്യക്തമായ ഉത്തരവുമില്ല. അത് നിങ്ങളോട് പറയാൻ പാർട്ടി ഉദ്ദേശിക്കുന്നില്ല എന്നല്ലേ പറഞ്ഞേ? ചേർത്ത് നിർത്തിയത് ആരൊക്കെയെന്നും ആർക്കൊപ്പം നിൽക്കണമെന്നും തീരുമാനിക്കേണ്ട സമയമാണിത്. കണക്ക് ചോദിക്കാൻ സമയമായി.